പത്തനംതിട്ട ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിലെ ആചാരലംഘനത്തിന് പരിഹാരമായി വിടിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തി. തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടില്ലം പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയുടെ കാർമ്മികത്തിലാണ് പരിഹാര ക്രിയകൾ നടത്തിയത്. ഈ കഴിഞ്ഞ അഷ്ടമിരോഹിണിയുമായി ബന്ധപ്പെട്ട ആറന്മുള ക്ഷേത്രത്തിലുണ്ടായ പ്രായശ്ചിത്തത്തിന്റെ വഴിപാട് പള്ളിയോട സേവാസംഘവും ക്ഷേത്ര ഉപദേശ സമിതിയും ക്ഷേത്ര ക്രൈസ്താനികരും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇപ്പോൾ ആറന്മുളയിൽ അത് നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ എന്തൊക്കെയാണ് പ്രായശ്ചിത്തങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് പള്ളിയോട സേവാസംഘത്തിന്റെ സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ അത് എന്തൊക്കെയായിരുന്നു ചടങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ? ഇത് കഴിഞ്ഞ അഷ്ടമിക്ക് ആചാരങ്ങൾ ഉണ്ടായിരുന്ന തന്ത്രി അറിയിച്ചനുസരിച്ച് ഇന്നാണ് ആദ്യത്തെ ചടങ്ങായ പിടിപ്പണം സമർപ്പണവും വിളിച്ചൊല്ലി പ്രായശ്ചിത്തമാണ് നിശ്ചയിച്ചിരുന്നത്. അതനുസരിച്ച് തന്ത്രിയും പള്ളിയോട സംഘം, ദേവസ്വം ബോർഡ്, ക്രൈസ്താനിയർ, ക്ഷേത്ര സമിതി അങ്ങനെല്ലാം ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങ് നടത്തിയത്. തന്ത്രിയുടെ മേൽനോട്ടത്തിൽ എണ്ണ പിടിപ്പണം സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിളിച്ചൊല്ലി പ്രായശ്ചിത്തം നടന്നു. 3 പ്രദക്ഷിണം വെച്ച് പിടിപ്പണം സമർപ്പിച്ചിട്ട് വിളിച്ചൊല്ലി പ്രായശ്ചിത്തമാണ് നടന്നിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ചടങ്ങ് ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നാളിൽ നടക്കും. ഉച്ചയ്ക്ക് സമൂഹ സദ്യയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങുകളൊക്കെ? രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങ് തന്നിരിക്കുന്ന നിർദ്ദേശം ദേവന് ഒരു പറയുടെ സദ്യയും 4 കറി കൂട്ടാനുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ വെളിയിൽ 11 പറയുടെ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. അന്ന് അഷ്ടമിയോട് സദ്യ ഈ രീതിയിലാണ് തയ്യാറാക്കിയിട്ട് അതുപോലെ 11 പറയുടെ സദ്യ ഒരുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സദ്യയിൽ ഭക്തർക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടോ? എങ്ങനെ അതിൻ്റെ അതോ ഈ 11 പറ അരിയുടെ സദ്യയാണ്. അതിൽ കൂട്ടാനും പറ്റിയല്ല, കുറയ്ക്കാനും പറ്റിയല്ല. അന്ന് വരുന്നവർക്കെല്ലാം തന്നെ ആ സദ്യ വിളമ്പുന്നതായിരിക്കും. അപ്പം ഇതോടുകൂടി ഈ പ്രായശ്ചിത്തത്തിന്റെ ചടങ്ങുകൾ ഇപ്പോൾ കഴിഞ്ഞതും ഇനി ഫെബ്രുവരിയിൽ നടക്കുന്നതോടുകൂടി ഇതിന്റെ എല്ലാ ചടങ്ങ് പിടിപ്പണം സമർപ്പണവും വിളിച്ചൊല്ലി പ്രായശ്ചിത്തം ഇന്ന് സമാപിച്ചു. ഇനിയും അടുത്ത വ്യാഴാഴ്ച ദേവന് ഒരു പറ അരിയ ദേവന് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് വെളിയിൽ 11 പറ അരിയുടെ സദ്യയും ഒരുക്കി ഭക്തർക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ക്രൈസ്താനികളുടെയും എല്ലാവരുടെയും നേതൃത്വത്തിലാണ് 2 തവണകളായി ഇപ്പോൾ തന്നെ ആദ്യമായി തന്നെ പിടിപ്പണം സമർപ്പിച്ചുള്ള പ്രായശ്ചിത്തം കഴിഞ്ഞു. ഇനി അടുത്ത ഫെബ്രുവരി 5-നാണ് ഈ അഷ്ടമി രോഹിണി വള്ളസദ്യ പോലെ തന്നെ 11 പറയുടെ അരിയോടുകൂടിയുള്ള ഈ ആചാരലംഘനത്തിനുള്ള ഈ പ്രായശ്ചിത്തമായി പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.